മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. എവിടെയാണ്? ട്രിവാൻഡ്രം. ഏതാണ് സ്കൂള്? ഓക്കെ. ആദ്യമായിട്ടാണ് മത്സരത്തിന് പങ്കെടുക്കുന്നല്ലോ. കഴിഞ്ഞ വർഷവും എ ഗ്രേഡ് മേടിച്ചു പോയി. ഈ വർഷവും എ ഗ്രേഡ് മേടിച്ചു വന്നിരിക്കുന്നു. അടുത്ത വർഷം ലാസ്റ്റ് ഇയർ +2 ആണ്. അപ്പൊ അതിന്റെ ഒരു ദുഃഖമുണ്ടോ? ചെറുതായിട്ട് സങ്കടമുണ്ടല്ലേ? ചെറുതായിട്ട് സങ്കടമുണ്ട്. എങ്കിലും എല്ലാ കലോത്സവം പങ്കെടുത്തല്ലോ. ഈ വന്ന 2 വർഷം എ ഗ്രേഡ് ഉണ്ടായിരുന്നു. 2 വർഷമായിട്ട് കലോത്സവത്ത് വരുന്നുള്ളത്. സ്റ്റേറ്റിൽ വരുന്നത് CBSE ആയിരുന്നു. ഓക്കെ. CBSE-ലാകുമ്പോൾ CBSE കലോത്സവം പോയിട്ടുണ്ട്. അത് ഇത്തരം ഒരു ഓളോ മത്സരമൊന്നും ഇല്ലല്ലോ അല്ലെ? ഇത് വരുമ്പോഴല്ല നമുക്കൊരു സന്തോഷം അല്ലേ? ഇനിയിപ്പോ +2 ഏതായിരുന്നു സബ്ജക്ട്? കൊമേഴ്സ് അല്ലേ? അപ്പം എന്താണ് അടുത്ത ആഗ്രഹങ്ങളൊക്കെ? ഡാൻസിലോട്ട് തന്നെ പോകാനാണ്. അച്ഛൻ ഡാൻസ് മാസ്റ്റർ ആണ്. അച്ഛനാണ് പഠിപ്പിച്ചത്? അച്ഛൻ എവിടെ? അച്ഛാ വിളിക്കോ? അച്ഛാ ഒന്ന് ഉറക്കെ വിളിക്കോ? അച്ഛാ. അച്ഛനെവിടെ? അച്ഛനൊന്ന് വരുവോ? അച്ഛനൊരു ഡാൻസ് മാഷാണ് എന്ന് പറഞ്ഞ അച്ഛനാണ് പഠിപ്പിച്ചെന്ന് പറയുമ്പോൾ അച്ഛനെ കൂടെ നമുക്കൊന്ന് വേദിയിലേക്ക് വിളിക്കണമല്ലോ. അച്ഛന്റെ പേര്? എൻ്റെ പേര് പേയാട് അജയൻ എന്നാണ്. നടനഭൂഷണം കണ്ടതിൽ സന്തോഷം. ഓക്കെ. ഇപ്പോഴേ പെട്ടെന്ന് പിടികിട്ടില്ലായിരുന്നു. വേറെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ? വേറെ ഇന്നലെ നാടോടി നൃത്തത്തിന് ഒരു പയ്യനായിരുന്നു. ബോയ്സിൽ എ ഗ്രേഡ് ഉണ്ട്. മിനങ്ങാന്ന് കേരള നടനം ബോയ്സ് HSS അതിന് എ ഗ്രേഡ് ഉണ്ട്. മൂന്നാമത് ഇന്ന് മോളുടെ ഇതിലാണ്. അവിടെ നിന്ന് മുഖാന്തരമാണ് അപ്പീലിലാണ് വന്നത്. പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ കുട്ടിയെക്കാളും മോള് മെയിലിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സന്തോഷമുണ്ട് നമുക്ക്. എ ഗ്രേഡ് സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ രസമുണ്ടാവും. മോളെ ഒരു എ ഗ്രേഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഞാൻ ക്രിയേറ്റ് ചെയ്ത ഐറ്റമാണ്. ഞാൻ കമ്പോസ് ചെയ്ത കേരള നടനം ഞാൻ ഗുരുഗോപിനാഥ് സാറിൻ്റെ കീഴിൽ നേരിട്ട് പഠിച്ച ഒരു ഗുരുഗോപിനാഥ് സാറിൻ്റെ ഞാൻ പഠിച്ചത്. അപ്പം അതേ ശൈലിക്കൊരു മേന്മയുണ്ട് എന്നുള്ളതിന് ഒരു വളരെ സന്തോഷം. അത് എൻ്റെ മോളിൽ കൂടെ ആയപ്പോൾ വളരെയധികം സന്തോഷം. ഈ മോളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? മോളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വഴക്കൊന്നും പറയാൻ പാടില്ല, ഒരു അമിത സ്നേഹമൊക്കെ ഉണ്ടാവും? അല്ല, അങ്ങനെയല്ല. പഠിപ്പിക്കുന്ന കാര്യത്തിൽ അവൾ പഠിക്കാനും സീരിയസ് ആണ്. ഞാൻ പഠിപ്പിക്കുന്ന കാര്യത്തിലും അവിടെ നമ്മളെ വിദ്യാർത്ഥിയും ഗുരുവും മാത്രമേ ആയിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെ എത്തിയത്. സ്നേഹമുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണല്ലോ. അപ്പം ആ സ്നേഹം ക്ലാസ്സിൽ അത്രേ ഉള്ളൂ. അതവള് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിക്കുമ്പോഴും അവളും അങ്ങനെ തന്നെയാണ്. അവൾക്ക് ആ സീരിയസ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ സീരിയസ് ആയിട്ട്. അല്ലാതെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മള്. അല്ല, എനിക്ക് ആ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമുക്ക് മുള്ള ഐറ്റം ഒന്ന് അവതരിപ്പിച്ചാലോ? ഫോണിൽ കിട്ടിയിട്ടുണ്ടോ വിനോദ്? അവിടെ ഒന്ന് കൊടുത്താൽ അത് പ്ലേ ചെയ്യും. അപ്പം എന്തായാലും ഒരച്ഛൻ തന്നെയാണ് ഗുരുനാഥൻ. അച്ഛൻ പഠിപ്പിച്ച അവിടെ ഒന്ന് കൊടുത്താൽ മതി. ഐറ്റം ഫ്ലൈറ്റ് മോഡിലേക്ക് ആക്കി ആരെങ്കിലും ഫോൺ വിളിക്കും. അപ്പം പാട്ട് റെഡി ആയി കഴിഞ്ഞാൽ റെഡി.
എന്നൂമേ ജനകൻ ചെയ്യും യാഗ എന്നിൽ വേണം ചെന്നോ കണ്ടോ വരുവ എന്നിൽ കൃപ വേണം കുവലയ ത്രിലോചനേ മതിയാകിയ ദക്ഷൻ അവ കർമ്മ കഥ നമ്മോടറിയിക്കാതിരിക്കുമ്പോൾ ഭുവനെ ചെന്നെങ്കിൽ പലരും കേൾക്കവേ പാടും അവമാനിച്ചേച്ചിടും അതിനില്ല സന്ദേഹം വലയ വിലോചനേ യജ്ഞാലോകേന കൗതുക സംയമനാധൃത്തൈവ പത്തിങ്കിരം പ്രസ്ഥായ പ്രമഥേഹ സമം നിജപുരീ മഭ്യാഗതാം സദീ യാഗശാലയിൽ നിന്നു പോകരുവാൻ ഭൂദേശജയിലെ യാഗശാലയിൽ നിന്നു പോകരുവാൻ ഭൂദേശജയിലെ ആഗമിപ്പതിനാരു ചൊന്നത് അന്ത നിന്നോടു കുടിലശീലെ യാഗശാലയിൽ നിന്നു പോകരുവാൻ തിങ്കൾ മൗല കേൾക്കവാജം